ദൃശ്യം 3 മലയാളത്തിൽ 2026 ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണാതിരിക്കുന്ന സിനിമ ഏതെന്ന് ചോദിച്ചാൽ അതിനകത്ത് മുൻപന്തിയിലുള്ള സിനിമകളിൽ ഒന്ന് ഉറപ്പായിട്ടും ദൃശ്യം 3 ആണ്. അതിനകത്ത് സംശയം വേണ്ട. കാരണം ദൃശ്യം 3 എന്ത് സംഭവിക്കുക എന്നറിയാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരുണ്ട്. ഇത് ഏപ്രിൽ 2 ഫിക്സ് ചെയ്തു. റിലീസ് ഡേറ്റ് മാറുമോ എന്നുള്ളൊരു വളരെ സംശയം നിലനിൽക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ് റിലീസ് ഡേറ്റ് മാറും എന്ന് പറയുന്നതിനുള്ള സ്ട്രോങ് ആയിട്ടുള്ള റൂമേഴ്സ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറഞ്ഞ ഇറാൻ ഇസ്രയേൽ യുദ്ധം. ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചേക്കുന്നത് GCCയിലാണ്. അതായത് കേരളത്തിലെ, അതായത് പ്രത്യേകിച്ചും മമ്മൂട്ടി, മോഹൻലാലിൻ്റെ ചിത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്നത്, പ്രത്യേകിച്ച് ദൃശ്യം 3 പോലുള്ള ചിത്രത്തിന് മാക്സിമം കളക്ഷൻ ഊറ്റിയെടുക്കാവുന്ന ഒരു സ്ഥലമാണ് GCC. പ്രത്യേകിച്ചും UAE, ദുബായ് ആയാലും ഇപ്പം സൗദിയിൽ പോലും മിനിമം നല്ലൊരു കളക്ഷനൊക്കെ കിട്ടുന്നതാണ്. GCC മൊത്തത്തിൽ ഇങ്ങനൊരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് എത്രയും പെട്ടെന്ന് മാറിയാൽ പോലും എൻ്റെയൊക്കെ എത്രമാത്രം തിയേറ്ററിലൊക്കെ ഓപ്പൺ ആണ്, എത്രമാത്രം ആൾക്കാർ പോകും, തിയേറ്ററിൽ പോയി കാണുന്നതൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നമുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ പോകാൻ ഇറങ്ങുന്നതൊക്കെ വളരെ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു മെയിൻ പ്രശ്നം കിടപ്പുണ്ട്. കാരണം ഈ കേരളത്തിനെക്കാട്ടി കൂടുതൽ കളക്ഷൻ കിട്ടുന്നതുമായി മാറി GCCയിൽ എങ്ങനെ ഇവർ വൈഡ് റിലീസ് കിട്ടും. ഇപ്പോൾ ആട് 3 ഇറക്കുന്നുണ്ടെങ്കിൽ പോലും ആട് 3യെക്കാട്ടിൽ ചിലപ്പോൾ ഒരു 10 ഇരട്ടി അക്സെപ്റ്റൻസ് ഉള്ളൊരു പടം തന്നെയാണ് ദൃശ്യം 3. അത് സമ്മതിച്ച് കൊടുത്തേ പറ്റൂ. രണ്ടാമത്തത്, കേരളത്തിലെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 9 കൊടുമ്പിരി കൊള്ളുന്ന സമയമാണ്. ആ സമയത്ത് നല്ല ശതമാനം ആൾക്കാരും ഇലക്ഷൻ്റെ പ്രചരണത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പം ഈ പറഞ്ഞ പോലെ എത്ര പേര് തിയേറ്ററിൽ കയറും എന്നൊക്കെയുള്ള ആശങ്കകൾ ജനിപ്പിക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ ദൃശ്യം 3യുടെ റിലീസിനെ ചിലപ്പോൾ മാറ്റാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. മാറ്റിയാൽ എപ്പോഴത്തേക്ക് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഏപ്രിൽ 9 പള്ളിച്ചട്ടമ്പി വെച്ചിരിക്കുന്നത് കറക്റ്റ്. അതൊക്കെ ചിലപ്പോൾ മാറാനുള്ള സാധ്യതയുണ്ട്. ഏപ്രിൽ 23 പേട്രിയോട്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡേറ്റിലാണ് ഇപ്പം കിടക്കുന്നത്. മാറാൻ ചാൻസുകൾ വളരെ കുറവാണ്. മാറിയാൽ മെയ്യിലോ വല്ലോ റിലീസ് ചെയ്യാനേ സാധ്യതയുള്ളൂ. എന്തായാലും അനന്യ പെരുമ്പോൾ ഒരു കൃത്യമായൊരു ഡേറ്റും ഗംഭീര ഡേറ്റും എടുക്കുന്നതിൽ അതിമിടുകനാണ്. അതുകൊണ്ട് തന്നെ ചാൻസ് വളരെ കൂടുതലാണ്. ഒരു ഡേറ്റ് അദ്ദേഹം നേരത്തെ പ്രഖ്യാപനമൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ മാറ്റിയ ഡേറ്റിൽ ഇറക്കുകയും ചെയ്യും. അത് നല്ലൊരു ഡേറ്റ് ആയിരിക്കുകയും ചെയ്യും. കാരണം ആശീർവാദ് പ്രൊഡക്ഷൻസ് ആയതുകൊണ്ടും അനന്യ പെരുമ്പോൾ ആയതുകൊണ്ടും അതിനകത്ത് ആരാധകർക്ക് യാതൊരു ടെൻഷനും വേണ്ട.